പ്രകൃതിയെ വെട്ടിപ്പൊളിച്ചെടുത്ത ക്വാറിയിൽ പച്ചപ്പിന്റെ സ്വർഗ്ഗഭൂമിയൊരുക്കി ഒരു പരിസ്ഥിതി സ്നേഹി. കൊണ്ടോട്ടി നെടിയിരുപ്പിലെ KM കോയാമു ആണ് 40 ഏക്കറോളം വരുന്ന ക്വാറി പ്രദേശം മനോഹരമായ പച്ചപ്പൊരുക്കി പുനഃസൃഷ്ടിച്ചത്. നാടൻ തൈകളും ഫലവൃക്ഷങ്ങളുമായി 40 ഏക്കറിൽ കൊടും വനം സൃഷ്ടിച്ച കോയാമു ഒന്നാന്തരം തൈ ഉൽപാദന കേന്ദ്രവും ഇവിടെ സ്ഥാപിച്ചു. 3 വർഷത്തെ കഠിനാധ്വാനമാണ് പ്രകൃതിയുടെ മുറിപ്പാടാകുമായിരുന്ന ക്വാറിയെ ഫലവൃക്ഷങ്ങളുടെ മനോഹര പച്ചപ്പൊരുക്കി അതിമനോഹര സ്വർഗ്ഗഭൂമിയാക്കിയത്. കൊണ്ടോട്ടി നെടിയിരുപ്പ് ചിറയിൽ KM കോയാമുവിന്റെ ചിറയിൽ അഗ്രോഫാം എന്ന 40ഓളം ഏക്കറിലെ ക്വാറി ഇന്ന് കൊടും വനവും തൈയുൽപാദന കേന്ദ്രവുമായി പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. അപൂർവങ്ങളായ അനേകം ഫലവൃക്ഷ തൈകളും നാടൻ തൈകളും നാട്ടിലുണ്ടാകുന്ന വിദേശ ഫലവൃക്ഷങ്ങളും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മറ്റു സസ്യങ്ങളും കോയാമു ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ ഇനം കവുങ്ങുകൾ, മാവുകൾ, പ്ലാവുകൾ, ബട്ടർ, റംബുട്ടാൻ, ഓറഞ്ച്, ജാതിക്ക, വിവിധയിനം കുരുമുളക് തുടങ്ങി അനേകമുണ്ട് വിഭവങ്ങൾ ഇവിടെ. ഒരു മാവിൽ തന്നെ 4 മുതൽ 8 വരെ വ്യത്യസ്ത മാന്തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇഷ്ടമുള്ള മാവിൻ തൈകൾ വെച്ചുപിടിപ്പിക്കാനും സൗകര്യമുണ്ട്. രാസവള ഉപയോഗം പൊതുവെ കുറച്ച് ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തൈകളൊക്കെ ഉണ്ടാക്കി വരുന്നത്. നമ്മളൊരു BSc അഗ്രികൾച്ചർ പാസ്സായിട്ടുള്ള ഒരാൾ ഫാം മാനേജറായിട്ട് വെച്ചിട്ടുണ്ട്. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ജുബൈൽ എന്ന് പറയുന്ന ഫാം സൂപ്രണ്ടിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ് നേടുന്നത്. ഗവൺമെൻറ് അപ്രൂവൽ നമ്മൾ 2022 മുതൽ ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. മലബാർ മേഖലയിൽ ഞങ്ങളുടെ അറിവിൽ പൊതുവെ നഴ്സറികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രം മറ്റൊന്നില്ലാന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ക്വാറി പ്രവർത്തനം നിലയ്ക്കുമ്പോൾ അന്നത്തെ തൊഴിലാളികളെ എന്തു ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് ഫാം എന്ന ആശയം ഉദിച്ചതെന്ന് ഉടമ കോയാമു പറയുന്നു. ഇപ്പോൾ 60 തൊഴിലാളികളുണ്ട് ഇവിടെ. നമ്മൾ കരിങ്കൽ കോറിയായിരുന്നു 1992 മുതൽ ചിറയിൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി എന്ന കരിങ്കൽ കോറിയായിരുന്നു. ആ കരിങ്കൽ കോറി നമ്മൾ ഗവൺമെൻറ് ലൈസൻസോട് കൂടി നടത്തിയതാണ്. അപ്പോൾ അത് പുതിയ നിയമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം വരും തോന്നിയപ്പോൾ 19/1/2024 ലൈസൻസ് കാലാവധി കഴിഞ്ഞപ്പോൾ കോറി നിർത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ മുന്നോടിയായി തൊഴിലാളികൾക്കൊരു തൊഴിലും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ അതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ സംബന്ധിച്ചിടത്തോളം കരിങ്കൽ കോറി തൂർത്ത് നഴ്സറി തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് മാവ്, പ്ലാവ്, റംബുട്ടാൻ, ബട്ടർ, ചിക്കു തുടങ്ങിയ ഫലവൃക്ഷ തൈകളൊക്കെ നമ്മൾ നേരത്തെ വെച്ച് പിടിപ്പിച്ചിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലയറിങ് തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരു നഴ്സറിക്ക് നമ്മൾ തീരുമാനിക്കുകയും ഏകദേശം 60ഓളം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിക്കൊണ്ട് നഴ്സറിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാലത്ത് മണ്ണുത്തിയെ ആശ്രയിച്ചിരുന്ന മലബാറിലെ 600-ലധികം വരുന്ന നഴ്സറികൾ ഇന്ന് കോയാമുവിന്റെ ചിറയിൽ അഗ്രോഫാമിനെയാണ് ആശ്രയിക്കുന്നത്. മണ്ണുത്തിയിലാകട്ടെ പലതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയാണ്. ക്വാറി ഉയർത്തിയും നിരത്തിയുമാണ് പച്ചപ്പിന്റെ സ്വർഗ്ഗഭൂമിയൊരുക്കാൻ സ്ഥലം പരുവപ്പെടുത്തിയത്. 1 ഏക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും സംഭരിച്ചിട്ടുണ്ട്. 3 ഏക്കറിൽ ഒരു വനം സൃഷ്ടിച്ചപ്പോൾ 6 ഏക്കറിൽ ഫലവൃക്ഷ തൈകളുടെ ഉൽപാദനവും 7 ഏക്കറിൽ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നു. ഇതിനു പുറമെ മത്സ്യകൃഷിയുമുണ്ട്. കേരള വിഷൻ, കൊണ്ടോട്ടി.